സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായ ഒരു വാർത്ത. ലിബിയയിൽ നിന്നുള്ള ഒരാൾ ഹജ്ജിന് വേണ്ടി യാത്ര ചെയ്യാൻ എയർപോർട്ടിൽ ചെന്നപ്പോൾ ഇമിഗ്രേഷൻ ക്ലിയറൻസ് ശരിയാകാത്തതുകൊണ്ട് വിമാനത്തിൽ കയറാതെ എയർപോർട്ടിൽ തന്നെ നിൽക്കേണ്ടി വന്നതും പിന്നീട് 2 പ്രാവശ്യം വിമാനത്തിന് സാങ്കേതിക തകരാറ് സംഭവിക്കുകയും 2 പ്രാവശ്യം അങ്ങനെ ലാൻഡ് ചെയ്യുകയും ചെയ്തു. ആ സമയത്ത് ഇദ്ദേഹം രണ്ടാമത് അപേക്ഷിക്കുകയും അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത്, പിന്നീട് സംഭവിച്ചത് ഒരു അത്ഭുതം തന്നെയായിരുന്നു. വെൽക്കം ബാക്ക്. വളരെയധികം ആഗ്രഹിച്ച് ഹജ്ജിന് വേണ്ടി യാത്ര ചെയ്യാൻ വന്ന ഒരു ലിബിയൻ പൗരനായിരുന്നു ഇദ്ദേഹം. എന്നാൽ ആ സമയത്ത് എമിഗ്രേഷൻ്റെ അവസാന നിമിഷം ഇദ്ദേഹത്തിൻ്റെ യാത്രയിൽ വിലക്ക് വന്നു എന്നുള്ളതാണ് ഒരു വേദനാജനകമായ ഒരു കാര്യം. ലിബിയൻ നേതാവ് മുഹമ്മദ് ഗദ്ദാഫിയുടെ പേരുമായി ചില സാമ്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാണ് ഇങ്ങനൊരു വിലക്ക് ഏർപ്പെടുത്തിയതെന്നാണ് പറയുന്നത്. അങ്ങനെ നിരന്തരം ഇക്കാര്യം എയർപോർട്ട് അധികൃതരോട് പറഞ്ഞെങ്കിലും ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അവരതിനെ നിരസിക്കുകയായിരുന്നു. പിന്നീട് അവസാന നിമിഷം വിമാനം പറന്നു. അതിനുശേഷം അദ്ദേഹം എയർപോർട്ടിൽ തന്നെ തുടർന്നു. വിധിയുണ്ടെങ്കിൽ ഞാൻ ഹജ്ജ് ചെയ്യും എന്ന ഒരു ഉറച്ച വിശ്വാസത്തിൽ അദ്ദേഹം അവിടെ തന്നെ ഇരിപ്പുറപ്പിച്ചു എന്നുള്ളതാണ്. പിന്നീട് ആ വിമാനം എയർ കണ്ടീഷനിങ് സിസ്റ്റം തകരാറിലായി വീണ്ടും എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. പിന്നീട് അദ്ദേഹം വീണ്ടും അവരോട് ചോദിച്ചപ്പോഴും ചില സാങ്കേതിക തകരാറ് കൊണ്ട് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റുകയില്ല എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ വീണ്ടും വിമാനം യാത്രക്കാരെയും കൊണ്ട് പറന്നു. ആമിർ അൽ മൻസൂർ വീണ്ടും എയർപോർട്ടിൽ തന്നെ നിലയുറപ്പിച്ചു. അങ്ങനെ വീണ്ടും രണ്ടാമതും യാത്രക്കാരെയും കൊണ്ട് വിമാനം പറന്നു. ദൈവനിശ്ചയം ഉണ്ടെങ്കിൽ ഞാൻ ഹജ്ജിന് പോകും എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിൽ അദ്ദേഹം അവിടെ തന്നെ നിലയുറപ്പിച്ചു. അങ്ങനെ അപ്രതീക്ഷിതമായി വീണ്ടും വിമാനത്തിന് രണ്ടാമതും തകരാറ് സംഭവിച്ചു. വീണ്ടും ലാൻഡ് ചെയ്തു. ഇത്തവണത്തെ ലാൻഡിങ്ങിൽ ആദ്യം തന്നെ പൈലറ്റ് തന്നെ പ്രഖ്യാപിച്ചു, ആമിർ അൽ മൻസൂറിനെ കൂട്ടാതെ ഞങ്ങൾ ഇനി ഹജ്ജിന് സൗദിയിലേക്ക് യാത്ര ചെയ്യില്ല എന്ന്. അങ്ങനെ അവസാന നിമിഷം അദ്ദേഹത്തെ വിമാനത്തിൽ കയറ്റുകയും സൗദിയിലേക്ക് ഹജ്ജിനായി കൊണ്ടുപോവുകയും ചെയ്തു. ഇദ്ദേഹം പറയുന്നത്, എൻ്റെ മനസ്സിൽ ഹജ്ജ് എന്നുള്ള ഒരു ദൃഢനിശ്ചയം മാത്രമാണ് ഉണ്ടായിരുന്നത്. ദൃഢമായി ആഴത്തിൽ ദൈവഭക്തിയോടുകൂടി ഒരു കാര്യം മനസ്സിൽ കരുതിയാൽ അത് ഒരു ശക്തിക്കും അത് എതിർക്കാൻ പറ്റുകയില്ല എന്നുള്ള ഒരു തെളിവാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. പിന്നീട് പൈലറ്റും മറ്റും ഇദ്ദേഹത്തിൻ്റെ കൂടെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുകയും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഒരു വ്യത്യസ്ത വീഡിയോയുമായി അടുത്ത അവസരത്തിൽ വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.